ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ അമ്മയാണ്. അമ്മ മരണപ്പെട്ടിട്ട് 13 വർഷമായി. അപ്പോൾ ഇന്ന് അമ്മയുടെ ശ്രാദ്ധാണ്. അതിന് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. നമ്മൾ ബലിയിടാൻ വന്നതാണ്. നമ്മുടെ അമ്മ വിട്ട് പിരിഞ്ഞ് 13 വർഷമായി. അതിൻ്റെ ദിവസമാണ്. അപ്പോൾ ബലിയിടാൻ വേണ്ടിയിട്ട് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് വന്നത്. കിഴക്കേ നടവഴിയാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുമാതിരി ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ നടയിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് സ്ക്വയറായിട്ട് 2 പുഷ്പങ്ങൾ വെച്ചിട്ടുണ്ട്. ഉത്സവം തുടങ്ങിയാൽ ചമ്മക്കപ്പനും മഴൂരപ്പനും 2 പേര് ഇവിടെ വന്ന് നിൽക്കും. ബലഭദ്രസ്വാമി, കൃഷ്ണൻ ഇവിടെ വന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ അന്യായം പറയൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ഇവിടെ. സങ്കടം പറയല് അത് കേൾക്കാൻ വേണ്ടി 2 പേര് ഇവിടെ വന്നിരിക്കും. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതിങ്ങനെ ചവിട്ടി ഇതാക്കണ്ടായിട്ട് നമ്മളാ ഭഗവാൻ നിൽക്കുന്ന സ്ഥലല്ലേ, അതുകൊണ്ട് അവിടെ ഇങ്ങനെ അതുകൊണ്ട് കൂടും. എല്ലാ ദിവസവും പടവുകൾ പിന്നിട്ട് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തിയാൽ നമ്മൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇടതുവശത്തായിട്ട് ഒരു വലിയൊരു വൃക്ഷം, ഒരിക്കലും കായ്ക്കാത്ത ഒരു ഇലഞ്ഞി മരം. അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരു താപസി ശരീരം മുഴുവൻ വ്രണം വന്ന് സഹിക്കവയ്യാതെ ഭഗവാനെ ഭജിക്കാൻ വന്നിരുന്നു. സാക്ഷാൽ തൃച്ചംബരത്തപ്പൻ ഈ താപസിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മരത്തിലുള്ള കായ്കനികൾ താഴെ വീണ് ഇദ്ദേഹത്തിൻ്റെ വ്രണത്തിൽ വീണ് ഇദ്ദേഹത്തെ വേദന സഹിക്കാൻ വയ്യാതെ തൃച്ചംബരപ്പ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകുമായിരുന്നു അത്രേ. ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ ഇത് കണ്ട് ഈ വൃക്ഷത്തെ ശപിച്ചു അത്രേ. മേലിൽ കായ് ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ശപിച്ചു. പിന്നീട് ഒരിക്കലും ഈ വൃക്ഷം കായ്ക്കോ പൂടുകയോ ചെയ്യുന്നില്ലത്രേ. ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ ഈ വൃക്ഷത്തെ മലമ്പച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഈ വൃക്ഷത്തിന് അത്രയധികം പ്രാധാന്യമുണ്ടത്രേ. ബാലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ബലിതർപ്പണം ചെയ്യുന്നവർ ആദ്യം ക്ഷേത്രക്കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ചതിന് ശേഷം വന്ന് വഴിപാട് കൗണ്ടറിൽ പോയി റെസീറ്റ് ആക്കണം. നമ്മൾ നേരെ ക്ഷേത്രക്കുളത്തിലേക്കാണ് പോകുന്നത്. ഫസ്റ്റിൽ മുങ്ങിക്കുളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണുള്ളത്. പോകുന്ന വഴിയിൽ ഇവിടെ ചെറിയൊരു അയ്യപ്പ ക്ഷേത്രം കൂടിയുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രം കടന്ന് കുറച്ച് മുന്നോട്ടാണ് ഈ കുളം. വലിയൊരു കുളമാണ്. ഇതുകൂടാതെ വേറൊരു ചെറിയൊരു കുളം കിഴക്ക് വശത്ത് വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലം ആയതിനാൽ ക്ഷേത്രക്കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. നല്ല ശുദ്ധജലമാണ്. കുളിക്കാനും നല്ല സൗകര്യമുണ്ട്. പടവുകളെല്ലാം നല്ല വീതിയുള്ള പടവുകളും ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ തന്നെ വലിയൊരു ആൽമരമുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങാനും വളരെ എളുപ്പത്തിൽ ഇറങ്ങാം. നല്ല വീതി കൂടിയ സ്റ്റെപ്പുകളാണ് ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങാൻ. എന്നെ കൂടാതെ ഒരു 5-6 പേര് വേറെയും ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു. ഇവരും ബലിതർപ്പണത്തിൽ നിന്ന് വളരെ ദൂരത്തു നിന്ന് വന്നവരാണ്. ഇവരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് വെള്ളത്തിൽ മുങ്ങുന്നത്. പടവുകളെല്ലാം പിടിച്ച് ശ്രദ്ധയോടുകൂടി വളരെ ദൂരത്തുനിന്ന് വന്ന ആൾക്കാരാണിവർ. ഞാനും വെള്ളത്തിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇറങ്ങി വെള്ളം കണ്ട സന്തോഷത്തിൽ ഒന്ന് നീന്തി കുളിക്കാമെന്നൊരാഗ്രഹം. കുളി കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് റെസീറ്റ് ആക്കാൻ വേണ്ടി കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ അവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വഴിപാട് കൗണ്ടറിൽ നിന്നും റെസീറ്റ് ചെയ്തതിന് ശേഷം നേരെ പോയത് ക്ഷേത്ര പിണ്ടക്കുളത്തിനരികിലേക്കാണ്. രാവിലെ 7 മണി മുതൽ 11:30 മണി വരെയാണ് ഈ ബലിതർപ്പണം ചെയ്യുന്ന സമയം. നമ്മളെക്കാളും മുന്നിൽ വന്ന കുറച്ച് പേർ അവിടെ ബലിതർപ്പണം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഊഴമായി. മുന്നേ കുറച്ച് പേർ ബലിതർപ്പണം കഴിഞ്ഞ് പോയതാണ്. അവിടെയെല്ലാം പൂജാരി വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയായതിന് ശേഷം കിണ്ടിയിലെല്ലാം വെള്ളം നിറച്ച് വെച്ച് അതിനുശേഷം നമ്മളെ ഊഴത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളെ ഊഴം വന്നു. നമ്മളെല്ലാവരും അകത്തേക്ക് കയറി. നമ്മൾ പിന്നിലും കുറേ പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബലിതർപ്പണം ചെയ്യാനായിട്ട്.
പൂജാരി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നും ബലിതർപ്പണ ആവശ്യമായ ഇലയും പുഷ്പവും ചോറും എള്ളും അതിനുശേഷം മന്ത്രോച്ചാരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അത് അതേ രീതിയിൽ ചൊല്ലി ബലിതർപ്പണം ചെയ്യാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയാണോ ബലിതർപ്പണം ചെയ്യുന്നത് അവരെ മനസ്സിൽ ധ്യാനിച്ച് പൂജാരി പറഞ്ഞു തരുന്ന മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ബലിതർപ്പണം പൂർത്തിയാക്കുകയാണ്. ഈ പിണ്ടക്കുളത്തിൻ്റെ കരയിൽ ഇരിക്കാൻ വലിയ പ്രയാസമില്ല. സാധാരണ മുട്ടുകുത്തിയിരുന്നാണല്ലോ നമ്മൾ ബലിതർപ്പണം ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കെട്ടി വെച്ചതുകൊണ്ട് എത്ര തടിയുള്ളവർക്കും ആയാലും അല്ലെങ്കിൽ നടുവിനോ മുട്ടിനോ ബുദ്ധിമുട്ടുള്ളവർ ആയാലും ബലിതർപ്പണം ചെയ്യുന്നതിന് നല്ല സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത് കുളിക്കാനായിട്ട് ക്ഷേത്രക്കുളത്തിലേക്കാണ്. പൊൻചമ്പകത്തറ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ചെറുപ്പകാലങ്ങളിലെ ബാലലീലകൾ കാണാൻ വേണ്ടി ദേവകിയും വസുദേവരും വന്നിരിക്കുന്ന സ്ഥലമാണിത്. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രക്കുളത്തിൽ രണ്ടാമതും പോയി മുങ്ങിക്കുളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി രണ്ടാമതും ക്ഷേത്രക്കുളത്തിലേക്ക്. കുളത്തിലെ വെള്ളം ഇളം ചൂടുള്ളൊരു വെള്ളം, നല്ല സുഖമാണ് കുളിക്കാൻ. ഒന്ന് നീന്തി കുളിക്കാനുള്ളൊരാഗ്രഹം. കുറച്ച് നേരം നീന്തി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഈറൻ വസ്ത്രങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് തൊഴുത് പ്രാർത്ഥിച്ചത്. അതിനുശേഷം വെളിയിൽ ഈറൻ മാറാൻ വേറെ ഒരു സ്ഥലമുണ്ട്, ഒരു റൂമുണ്ട്. അതിനകത്ത് പോയി ഈറൻ വസ്ത്രങ്ങളെല്ലാം മാറി പിണ്ടക്കുളത്തിന് അരികിലായി ഞാൻ മുന്നേ പറഞ്ഞ വിശേഷപ്പെട്ട സ്ഥലമാണ് പൊൻചമ്പകത്തറ. ഭഗവാന്റെ മാതാപിതാക്കളായ വസുദേവരും ദേവകിയും കംസൻ്റെ കാരാഗ്രഹത്തിലായതിനാൽ അവർക്ക് ഭഗവാന്റെ ചെറുപ്രായത്തിലുള്ള ലീലാവിലാസങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാലാണ് ഭഗവാൻ പിന്നീട് അവർക്ക് ഈ ഒരു സൗഭാഗ്യം നൽകിയത്. ഈ ചെമ്പകത്തറയിൽ വന്നിരുന്ന് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ക്ഷേത്രോത്സവം നടക്കുന്ന സമയത്ത് വന്നിരുന്ന് ദർശിക്കുവാനുള്ള അവസരം കിട്ടിയത്. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്രക്കുളത്തിനോട് ചേർന്നുള്ള അയ്യപ്പ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായി മറ്റൊരു ശിവക്ഷേത്രമുണ്ട്, മുളങ്ങേശ്വരം ശിവക്ഷേത്രം.
ഈ ക്ഷേത്രത്തിൽ നിന്ന് രാജരാജേശ്വര ക്ഷേത്രം 3 കിലോമീറ്ററും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം 5 കിലോമീറ്ററും ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ ഈ 2 ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തണം എന്നാണ് വിശ്വാസം. ഇത് മറ്റൊരു ക്ഷേത്രക്കുളമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് വടക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു കുളം. ഈ കുളത്തിൽ നിറയെ ആമ്പൽ ചെടികളാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് വൈകുന്നേരം 7 മണിക്ക് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന ഭക്തർക്ക് ആദ്യം രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആണുങ്ങൾക്ക് പകൽ സമയം ദർശനം നടത്താം. അത് കഴിഞ്ഞ് രണ്ടാമത് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും മൂന്നാമത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിന് ശേഷം വൈകിട്ട് 7 മണിക്ക് ശേഷം എല്ലാവർക്കും, സ്ത്രീകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഇപ്രകാരമാണ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത്. പ്രധാന ക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് കുറച്ച് വടക്കോട്ട് മാറി ഒരു ക്ഷേത്രം, 4 ചുറ്റിനും വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ക്ഷേത്രം. ഇതാണ് ജലദുർഗ ക്ഷേത്രം. ശംബരമുനിയുടെ തപോവനമാണ് തൃച്ചംബരം. മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്ത സ്ഥലമാണ് ഈ പ്രദേശം. ശംബരമുനി ജലത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനായി ജലദുർഗാദേവിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് ഈ കാണുന്ന ജലദുർഗാദേവി ക്ഷേത്രം. അത്യധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ജലദുർഗാദേവി ക്ഷേത്രം. ഇന്നത്തെ ദിവസം ഒരുപാട് കുട്ടികളുടെ വീഡിയോ ഷൂട്ടിംഗ്, കല്യാണത്തിനുള്ള വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ. അങ്ങനെ ക്ഷേത്ര ദർശനവും ബലിതർപ്പണവും കഴിഞ്ഞ് പൂർണ്ണ തൃപ്തിയോടുകൂടി അമ്മയുടെ ഓർമ്മകളുമായും നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് ക്ഷേത്രത്തിൽ വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.